ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ഭാഷയിലേ സംസാരിക്കും. ഇപ്പോൾ മലയാളമാണെങ്കിൽ അടുത്ത സ്ഥലത്ത് തമിഴ്, അല്ലെങ്കിൽ രണ്ട് ഭാഷയാവുമ്പോൾ നമുക്ക് സമയം ഒത്തിരി പോകും. അപ്പം ഇപ്പം മലയാളം വേണോ തമിഴ് വേണോ? മലയാളം. ശരി, ഇപ്പം മലയാളം. അപ്പം നെക്സ്റ്റ് സ്പോട്ടിൽ തമിഴ്. എല്ലാവർക്കും എല്ലാം മനസ്സിലാവുമെന്ന് എനിക്കറിയാം. നിന്ദസി യജ്ഞവിദേരഹ ശ്രുതിജാതം സദയ ഹൃദയദർശിത പശുധാതം കേശവധൃത ബുദ്ധശരീര ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ. നിന്ദസി യജ്ഞവിദേരഹ ശ്രുതിജാതം സദയ ഹൃദയദർശിത പശുധാതം കേശവധൃത ബുദ്ധശരീര ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ. അപ്പോ നമ്മൾ ഇവിടെ ഖെലനിയ ബുദ്ധക്ഷേത്രത്തിലാണ്. അതായത് ഒരു കാലഘട്ടത്തിൽ ഇത് വിഭീഷണ ക്ഷേത്രമായിരുന്നു. വിഭീഷണൻ ശ്രീരാമചന്ദ്രമൂർത്തിയെ സഹായിച്ചു. അതായത് നമുക്കറിയാം, തൻ്റെ സഹോദരനായ രാവണനെ എതിർത്ത്, പുരിയുതാ രാവണനെ എതിർക്കുക, രാവണനെ എതിർക്കാൻ യമനോ ദേവഗണങ്ങൾ പോലും തയ്യാറായില്ല. ഇപ്പൊ വിഭീഷണൻ ഒരുപാട് ഉപദേശിച്ചു, തൻ്റെ സഹോദരനായതുകൊണ്ട് ഒത്തിരി ഉപദേശിച്ചു. എത്ര ഉപദേശിച്ചിട്ടും രാവണൻ സ്വീകരിക്കാൻ തയ്യാറായില്ല. അവസാനം ശ്രീരാമന്റെ ശരണം പ്രാപിച്ചു വിഭീഷണൻ. അതായത് ശാസ്ത്രങ്ങൾ അങ്ങനെയാണ്, നമുക്ക് ദൈവം സ്നേഹത്തോട് നിർദ്ദേശങ്ങൾ തരും. നമ്മൾ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഭൗതിക പ്രകൃതി നമ്മളെ ശിക്ഷ തരാൻ തയ്യാറാകും. ഇപ്പൊ വിഭീഷണൻ ചെന്ന് ശ്രീരാമചന്ദ്രമൂർത്തിയെ ശരണം പ്രാപിച്ചു. അപ്പോ വലിയ ഉള്ളിൽ വിഷമം ഉണ്ടായിരുന്നു വിഭീഷണന്. തൻ്റെ സഹോദരന് എതിരെ ആണല്ലോ എന്നൊരു വിഷമവും വിഭീഷണന് ഉണ്ടായിരുന്നു. ശ്രീരാമചന്ദ്രമൂർത്തി രാവണനെ വധിച്ചപ്പോൾ വിഭീഷണൻ വിഷമിച്ച് കരയാൻ തുടങ്ങി. അപ്പൊ ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു, വിഭീഷണ, നീ വിഷമിക്കല്ല. നിന്റെ സഹോദരൻ ഒഴിയെ, സഹോദരനും സഹോദരന്റെ മക്കൾമാർ ഒഴിയെ ബാക്കി മരം, ചെടി, കൊടി, വാനരന്മാർ, അത്തര രാക്ഷസന്മാർ എല്ലാവർക്കും മോക്ഷപ്രാപ്തി ഉണ്ടാകും എന്ന് പറഞ്ഞ് യുദ്ധം കഴിഞ്ഞ ഉടനെ ആദ്യം ലക്ഷ്മണന്റെ അടുത്ത് പോയി സമുദ്രത്തിലിരുന്ന് വെള്ളം കോരിക്കൊണ്ടുവന്ന് വിഭീഷണന്റെ തലയിൽ ഒഴിച്ച് പട്ടാഭിഷേകം ചെയ്തു. നിങ്ങൾ ആ ചിത്രം അവിടെ കാണുന്നുണ്ട്. വിഭീഷണൻ ഇരിപ്പുണ്ട്, അടുത്ത് ലക്ഷ്മണൻ, അതായത് തൻ്റെ വാക്ക് ആദ്യം പാലിക്കണം എന്ന് പറഞ്ഞ് വിഭീഷണന് പട്ടാഭിഷേകം. എന്നിട്ട് ചരിത്രം പറയണത്, ഈ നാട്ടിൽ എല്ലാവരും ശ്രീരാമ ഭക്തരായിരുന്നു. ഒരു കാലഘട്ടത്തിൽ എല്ലാവരും രാമനാമം ചൊല്ലുകയും ഈ സ്വർണ്ണലങ്കാപുരി രാമക്ഷേത്രവും ശിവക്ഷേത്രവും കൊണ്ട് അലങ്കൃതമായിരുന്നു. സ്വർണ്ണ ഗോപുരങ്ങൾ കൊണ്ട് അത്രയ്ക്കും മനോഹരമായ ഒരു സ്ഥലമായിരുന്നു ഏത്? ഈ സ്വർണ്ണലങ്കാപുരി. കാരണം വിഭീഷണൻ ചെയ്ത ത്യാഗങ്ങൾക്ക് അതിരുകളില്ല. തൻ്റെ സ്വന്തം മകനെ വരെ വിഭീഷണൻ ത്യജിച്ചു. വിഭീഷണൻ ശ്രീരാമചന്ദ്രമൂർത്തി എടുത്ത് ശരണം പ്രാപിച്ചതിന് ശേഷം യുദ്ധത്തിൽ വിഭീഷണനായിരുന്നു നിരന്തരം സഹായിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു ഭീമാകാരമായി പർവ്വതം പോലത്തെ ഒരു രാക്ഷസൻ വന്നു. ആ രാക്ഷസൻ ഇങ്ങനെ മന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്, എന്തോ ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ ലക്ഷ്മണൻ ചോദിച്ചു, വിഭീഷണ, ഇതേത് രാക്ഷസനാ? അപ്പോ വിഭീഷണൻ പറഞ്ഞു, ഇതൊരു രാക്ഷസനാ. രാവണന്റെ മുമ്പേ മതിൽ ചുവര് പോലെ നിൽക്കും, കോമ്പൗണ്ട് വാൾ പോലെ നിൽക്കും. ഈ രാക്ഷസനെ കൊന്നില്ലെങ്കിൽ നമുക്ക് രാവണന്റെ അടുത്ത് പോകാൻ പറ്റില്ല, കൊന്നേ പറ്റും.
അപ്പൊ ലക്ഷ്മണൻ അമ്പും വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ രാക്ഷസൻ എന്തോ മന്ത്രം ചൊല്ല, ഇങ്ങനെ പുറുപുറുത്തോണ്ട് ഇങ്ങനെ മന്ത്രം. ഉടനെ ലക്ഷ്മണൻ ചോദിച്ച് വിഭീഷണന്റെ അടുത്ത്, ഇവൻ എന്ത് മന്ത്രവാ ചൊല്ലുന്നേ? അപ്പൊ വിഭീഷണൻ പറഞ്ഞു, ആ രാക്ഷസൻ രാമരാമ രാമരാമ എന്ന് പറയുന്നു. ലക്ഷ്മണൻ ചോദിച്ചു, വിഭീഷണ, അയാളെ ഞാൻ എങ്ങനെ കൊല്ലും? രാമരാമ എന്ന് ചൊല്ലുന്ന രാക്ഷസനെ എങ്ങനെ കൊല്ലും? പ്രഭു, കൊന്നേ പറ്റൂ, കൊന്നേ തീരൂ. കൊന്നില്ലെങ്കിൽ എവിടെ പോവാൻ പറ്റില്ല? രാവണന്റെ അടുത്ത് നമുക്ക് അടുത്തെത്താൻ പറ്റില്ല. അപ്പൊ ലക്ഷ്മണന് ഭയങ്കര സങ്കടം, ഞാൻ എങ്ങനെ കൊല്ലും ഈ രാക്ഷസനെ? പ്രഭു, ഒരു കാര്യം ചെയ്യൂ, അമ്പും വില്ലും ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുക. ഈ രാക്ഷസൻ ശ്വാസം വിടാൻ ഒരു സെക്കൻഡ് നിർത്തും. ആ ശ്വാസം വിടാൻ നിർത്തുന്ന സമയത്ത് അമ്പെയ്തേ വന്നു. അങ്ങനെ ലക്ഷ്മണൻ അമ്പും വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഈ രാക്ഷസൻ രാമ 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 ചൊല്ലി ഇടയ്ക്ക് ശ്വാസം എടുക്കാൻ വേണ്ടി ഒന്ന് നിർത്തിയ സമയത്ത് ആ ഗ്യാപ്പില് ലക്ഷ്മണൻ അമ്പെയ്തു. ആ രാക്ഷസൻ രാമ എന്ന് നിലവിളിച്ച് നിലം പതിച്ചു. അപ്പൊ നോക്കിയപ്പോ വിഭീഷണൻ ഇങ്ങനെ നിന്ന് കരയ. അപ്പോ ലക്ഷ്മണൻ ചോദിച്ചു, വിഭീഷണ, അതാരായിരുന്നു ആ രാക്ഷസൻ? വിഭീഷണൻ, പ്രഭു അതെന്റെ മകനാണ്. അപ്പൊ രാമൻ ഓടി വന്ന് വിഭീഷണനെ ആലിംഗനം ചെയ്ത്, നീ എന്തിനാ ഇത്ര വലിയ ത്യാഗം ചെയ്തത് എന്ന് ചോദിച്ചപ്പോ, എനിക്ക് സംശയമേ ഇല്ല, അങ്ങയുടെ തൃക്കൈകൾ കൊണ്ട് മരണം സംഭവിച്ചാൽ എന്റെ മകൻ എവിടെ പോകും? വൈകുണ്ഠത്തില് പോകും. ഞാനൊരു പാപി ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. അപ്പോ ലക്ഷ്മണനെ ആലിംഗനം ചെയ്ത് ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു, സീതയെ രക്ഷിക്കാനല്ല ഞാൻ ലങ്കയിൽ വന്നത് വിഭീഷണ, നിന്നെ കാണാനാ ഞാൻ വന്നത്. കാരണം സീതയെ രക്ഷിക്കുന്നത് എനിക്ക് ഏത് രൂപത്തിലും ചെയ്യാം, പക്ഷെ നിന്നെ കാണാനാ വന്നത് എന്ന് പറഞ്ഞ് വിഭീഷണനെ ആലിംഗനം ചെയ്തു. അങ്ങനെ വിഭീഷണൻ ഒത്തിരി ത്യാഗം ചെയ്തു. പിന്നെ അശോക ചക്രവർത്തിയുടെ കാലത്ത് അശോക ചക്രവർത്തിക്ക് 2 മക്കളാണ്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഇവര് രണ്ടുപേരും ബുദ്ധമതം സ്വീകരിച്ചു. ആൺകുട്ടി മഹായാനിസം, അദ്ദേഹം ടിബറ്റ്, നേപ്പാൾ, ചൈന ആ പ്രദേശങ്ങളിൽ പ്രചരണം നടത്തി. മകൾ ഹീനയാനിസം, ബുദ്ധമതം സ്വീകരിച്ച് ശ്രീലങ്ക അങ്ങനെ വന്ന് അശോക ചക്രവർത്തിയുടെ മകളുടെ കാലഘട്ടത്താണ് ലങ്ക മുഴുവനും എന്തായി മാറിയത്? ബുദ്ധിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയത്. അപ്പൊ ഇവിടെ പലത്, ഇപ്പൊ നമ്മൾ അഗ്നി പരീക്ഷ നടത്തുന്ന സ്ഥലവും ഒരു ബുദ്ധക്ഷേത്രമാണ്. ലങ്കയിൽ ശ്രീബുദ്ധൻ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു തവണ നമ്മൾ ദശാവതാര സ്തോത്രം അറിയാമെങ്കിൽ ചൊല്ലുക. നിന്ദസി യജ്ഞവിദേരഹ ശ്രുതിജാതം സദയ ഹൃദയ ദർശിത പശുഘാതം കേശവധൃത ബുദ്ധ ശരീര ജയ് ജഗദീശ ഹരേ ജയ് ജഗദീശ ഹരേ ജയ് ജഗദീശ ഹരേ. ബുദ്ധൻ ശൂന്യവാദം പ്രചരിപ്പിച്ചു. ദൈവം ശൂന്യമാണ്, എല്ലാം ശൂന്യമാണ്, ശൂന്യതയിലിരുന്ന് വന്ന് ശൂന്യത്തിൽ ചെന്ന് അവസാനിക്കും എന്ന് തെറ്റായ വാദം ബുദ്ധൻ പ്രചരിപ്പിച്ചു. ബുദ്ധനാരാ? ബുദ്ധനും നാരായണനാ. പക്ഷെ അതായിരുന്നു ബുദ്ധന്റെ ജോലി, ശൂന്യവാദം പ്രചരിപ്പിക്കുക. എന്നാൽ ബുദ്ധൻ മഹാ തപസ്വിയായിരുന്നു. ദിവസവും നിന്നും നടന്നും തപസ് ചെയ്യുമായിരുന്നു. ആര്? അപ്പൊ ബുദ്ധന്റെ അടുത്തും നമ്മൾ പ്രാർത്ഥിക്കാൻ, നമുക്കും സാധനാബലം ഉണ്ടാകണം. എവിടെയെല്ലാം ബുദ്ധന്റെ ക്ഷേത്രത്തിൽ പോകുമോ അവിടെ സ്തൂപം കാണും, മരം, ബോധിമരം, ആലുമരം കാണും, പിന്നെ ബുദ്ധന്റെ സന്നിധിയും കാണും. നമുക്കവിടെ പ്രാർത്ഥിക്കാൻ സാധിക്കും. ശ്രീബുദ്ധൻ ഇവിടെ വന്നതായിട്ടും ഇവിടുത്തെ ആൾക്കാര് പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമ്മുടെ രാജാജി എവിടെ ബ്രദർ വാങ്ങ ജസ്റ്റ് 1 or 2 points about the temple please. അദ്ദേഹം അപ്പൊ ഇവിടെ നമ്മൾ മലയാളത്തിൽ സംസാരിച്ചു, അടുത്ത സ്പോട്ടിൽ ഏതിലായിരിക്കും? തമിഴ്. അങ്ങനെ മാറി. ഓക്കെ, വാങ്ങ സാർ. You should come on Facebook. Please say something about the temple. Okay, as Prabhuji mentioned about Ramayana, so that the Buddha born in India and he has visited 3 places in Sri Lanka. So one of these places is this Kalyan temple.
Buddha has visited to Sri Lanka to 3 times. So on that, Kalyanam, Nagadeepa and Mayangana, those are the 3 places. And this Kalyani is the one of the prominent place. Where he has come visited this place, and he has said, when you went to this temple, you noticed stupa and a bow tree and a shrine room where we couldn't go, a lot of people going in. So every Buddhist temple will have a stupa, bow tree or arasamaram and a shrine room. So when Buddha has visited, he sat on a chair. So they took the chair, enshrined on the stupa, and they built the stupa and venerated it, and they worshipped it. So that's why you see a lot of people come and offer flowers, incense stick to this stupa, thinking that this is their stupa. So that's the significance of this temple. On a full moon day, I said everybody dressed in white. That is to symbolize the purity. And they, when they offer these flowers, they recite a Pali stanza, like one day our life also should fade away like flowers fading away. Like incense stick, that we give the incense or the manam kudukonum everybody. So that's the purpose. So as Prabhuji mentioned, so we have both the Buddhist wise, that is the significant, and then Vibhishana Ramayana is there. So Buddhist, the bow tree is where Buddha got his enlightenment. So from that exact tree from India, a sapling was brought by Nan Sanghamitta, and it is planted in our first capital in Anuradhapura. So it's still there. That is the one and only tree which is dated. You know, it was oral kondu date pannirukkudu. So it is protected even. So Buddhists believe from that tree all these trees are spreaded. So wherever they see a bow tree, it's a very sacred tree for them. So that's why we see bow tree, a stupa and a shrine room. So unfortunately we couldn't go to the shrine room. There is a Buddha statue and there are some paintings. So that's the very significant of this temple. Any question you can ask? താങ്ക് യു സോ മച്ച്. ഇപ്പൊ മനസ്സിലായോ, ആ സ്തൂപത്തിന്റെ അകത്ത് ബുദ്ധന്റെ ഇരിപ്പിടമുണ്ട്. ബുദ്ധൻ ഇവിടെ വന്നപ്പോൾ ഇരുന്നതായി പറയപ്പെടുന്ന ആസനം, ഇരിപ്പിടം ആ സ്തൂപത്തിനകത്തുണ്ട്. ആ ബോധിമരം ഇന്ത്യയിൽ നിന്ന് സംഘമിത്ര എന്ന് പറയുന്ന ബുദ്ധന്റെ അനുയായി കൊണ്ടുവന്ന് വെച്ചതാണ്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? കല്യാണി ആയിരിക്കും, മേ ബി ബിക്കേം കല്യാണി became Kalani. താങ്ക് യു വെരി മച്ച്. എല്ലാം